ദുർമരണപ്പെട്ട വീടുകളിൽ ആ വീട്ടുകാർ പൊളിഞ്ഞു പോയിട്ട് വേറെ ആരെങ്കിലും താമസിക്കാൻ വരികയാണെങ്കിൽ അവർക്ക് ഇതുപോലത്തെ നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാവുക, ഇന്നത്തെ ഷാഡോ കാണുക, അവരുടെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചയിലോട്ട് പോകുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ശരിക്കും എന്താണ്? നമുക്ക് ഉദാഹരണം ഈ മുറി എടുക്കാം. ഇപ്പോൾ ഈ പറഞ്ഞില്ല, അതായത് ഈ മരണപ്പെട്ട വീടുകളിലോട്ട് നമ്മൾ താമസിക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് അങ്ങനെ നെഗറ്റീവ് ഇഷ്യൂ സംഭവിക്കുന്നത് എന്നുള്ളൊരു ഉദാഹരണത്തിന് നമുക്ക് ഈ മുറി എടുക്കാം. ഈ മുറിയിൽ നമ്മൾ താമസിക്കാൻ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരാൾ സൂയിസൈഡ് ചെയ്തെന്ന് വിചാരിക്കാം. നമുക്കത് പുറകോട്ട് പോയിട്ട് ആ ആൾ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു കാര്യം നമുക്കൊന്ന് കണ്ടുനോക്കാം. അതായത് ആ വ്യക്തി ഈ മുറിയുടെ അകത്തിരുന്ന് ക്രിയേറ്റ് ചെയ്യുന്ന എനർജികളും തോട്ട്സുകളും ഭയങ്കര പവർ കൂടിയതാണ്, ഇൻറ്റൻസിറ്റി കൂടിയതാണ്. നമ്മൾ എന്ത് ചിന്തിച്ചാലും നമ്മുടെ എനർജിയിലോട്ട് ഇത് ആഡ് ആവുന്നുണ്ട്. ഇത് ഫ്രീക്വൻസികളാണ്. നമ്മൾ ചിന്തിക്കുന്നതും കാണുന്നതെല്ലാം ഫ്രീക്വൻസിയാണ്. നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് നമ്മുടെ എനർജി, നമ്മുടെ ഓറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള എനർജിയിൽ ഇത് ആഡ് ആവും. എങ്ങനെയാണ് അകലയിൽ നിന്ന് നടന്നു വരുന്ന ഒരാൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? വായന നാക്ക് കൊണ്ടേ കള്ളം പറയാൻ പറ്റുള്ളൂ. ആ ഈ എനർജി ഉപയോഗിച്ച് കള്ളം പറയാൻ പറ്റില്ല. കാരണം എനർജിക്ക് കള്ളം പറയാൻ പറ്റില്ല. നമ്മളൊരാളുടെ എനർജീനെ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്താ നമുക്ക് മനസ്സിലാവും. അവൻ്റെ പാസ്റ്റ് എന്താണ്, അവൻ്റെ കഴിഞ്ഞു പോയി എന്താണ്, അവൻ്റെ ലൈഫ് എന്താണെന്ന് തുടങ്ങിയ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ, നമ്മൾ ചിന്തിച്ചത് മുഴുവനും നമ്മുടെ ഓറയിലുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ജനിച്ച നാൾ മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓറയിലോട്ട് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വ്യക്തി ഇങ്ങനെ ചിന്തിച്ച് ഈ മുറിയിൽ മുഴുവനും ഈ വ്യക്തിയുടെ ഫ്രീക്വൻസിയാണ്, എനർജിയാണ്. അങ്ങനെ ഈ വ്യക്തി അവിടെ ചിന്തിച്ച് ഈ വ്യക്തി അവസാനം സൂയിസൈഡ് ചെയ്യാം. സൂയിസൈഡ് ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന ഉണ്ടാവുന്ന ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഊർജം ഭയങ്കര ഹൈയാണ്. ഇതിവിടെ ഇങ്ങനെ തളം കെട്ടി നിൽക്കും. ഇതിൻ്റെ അകത്ത് സാധാരണക്കാരനായ ഒരാൾ ഈ റൂമിലോട്ട് താമസിക്കാൻ കയറി വരുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഫ്രീക്വൻസി ലെവലിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ കട്ടായി ഈ റൂമിലുള്ള ഈ ഫ്രീക്വൻസി എന്താണോ അത് കണക്ട് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഇൻസിഡൻ്റ് ഉണ്ടല്ലോ, ഇത് റീക്രിയേറ്റ് ആവും ചിലപ്പോൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്തിൽ നമ്മൾ ഒരു സ്ഥലത്തിരുന്ന് ഒരു കാര്യത്തിനെ ഇൻറ്റൻസിറ്റി കൂടിയ അളവിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്ന ഈ തരംഗങ്ങൾ, ഈ പറയുന്ന എനർജിയുടെ തരംഗങ്ങൾ, എനർജി അത് എന്തായിട്ടാണോ തൊട്ട് മുൻപത്തെ ആൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് അത് തന്നെയായിട്ട് വീണ്ടും റീക്രിയേറ്റ് ചെയ്യും. എല്ലായിടത്തുമില്ല, ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. ആ സ്ഥലത്തിൻ്റെ കൂടിയിട്ട് അങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വ്യക്തി ആ മരിക്കാൻ വേണ്ടി മരിച്ച് കിടക്കുന്നത് തൊട്ട് പുറകോട്ടുള്ള ആ മരിക്കാൻ വേണ്ടി എടുക്കുന്ന 2-3 മണിക്കൂർ സമയമുണ്ടല്ലോ, ആ സമയം അവിടെ ആ മാസത്തിൽ ആ ദിവസങ്ങളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസങ്ങളിലോ അത് വീണ്ടും അവിടെ റീക്രിയേറ്റ് ആവും. അത് ഈ സമയത്ത് നമുക്ക് ചിലപ്പോൾ സ്മെല്ല് അനുഭവപ്പെടുകയോ ഷാഡോ അനുഭവപ്പെടുകയോ ബുദ്ധിമുട്ട് വരികയോ ഒക്കെ ചെയ്യും. പക്ഷേ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അതിനകത്ത്, നമ്മൾ വേറെ ബാധിക്കുന്നില്ല. പക്ഷേ ഈ എനർജി ഫ്രീക്വൻസിയിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. നമുക്കൊരു സൂയിസൈഡ് തോട്ട്സും, നമുക്കൊരു മാനസികാവസ്ഥ ഇല്ലായ്മയും, നമുക്കൊരു മെൻ്റൽ ഡിപ്രഷനും ഒരു സമാധാനമില്ലായ്മയും നമുക്ക് റൂമിൻ്റെ അകത്ത് കയറുമ്പോൾ തോന്നും. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും, ഇതിങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. പല സ്ഥലങ്ങളിലും ചില വളവുകൾ, എല്ലാ റോട്ടിലും ഉണ്ടല്ലോ അങ്ങനത്തെ ചില വളവുകൾ. ഈ വളവിൻ്റെ അവിടെ ആരോ വട്ടം ചാടി, ആരോ പാസ് ചെയ്ത് പോയി. ചില സ്ഥലത്ത് കുളത്തിലോട്ട് ആരോ എടുത്ത് ചാടി, ചില സ്ഥലത്ത് പുഴയെക്കൂടെ ആരും നീന്തി കയറിപ്പോയി. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇപ്പോഴും ഉണ്ട് നമ്മുടെ പല ഹൈവേയിൽ, പല റോഡുകളിൽ ഈ പ്രശ്നം നമുക്കുണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവിടെ ആരും മരിച്ചിട്ടില്ല, പക്ഷേ ആ എന്ത് ഇൻസിഡൻ്റ് ആണോ അവിടെ സംഭവിച്ചത്, ആ ഇൻസിഡൻ്റ് അവിടെ വീണ്ടും വീണ്ടും റീക്രിയേറ്റ് ആവുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ പാസ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടൈം ലൂപ്പിൽ കൂടെ കടന്നു പോകുന്ന സാധനമാണ്. അത് കുറച്ച് സമയത്തേക്ക് അത് അവിടെ ഉണ്ടാവുള്ളൂ. ആ കുറച്ച് സമയത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് ചിലപ്പോൾ ഈ ആൾ ഇവിടെ തൂങ്ങിക്കിടക്കുന്നത് നമ്മൾ ചിലപ്പോൾ കാണും, തൂങ്ങിക്കിടക്കുന്നത് പിടയ്ക്കുന്നത് കാണും. ഒരു കേസ് അങ്ങനെ വന്നിരുന്നു. അതായത് ഒന്നുമില്ല, വീട്ടിൽ കൂടെ ഒരു സ്ത്രീ ഇങ്ങനെ, ആ വീട് ഒരു പഴയ വീട് വാങ്ങിച്ചവർ, 2 നില വീടാണ്. ഒരു സ്ത്രീ ഇങ്ങനെ വരുന്നു, ഡോറ് തുറക്കുന്നു, ഇങ്ങനെ സ്റ്റെയർ കേസ് കയറി മുകളിൽ താഴ്ത്തിക്കെടുത്ത് ചാടി ഒറ്റക്കരച്ചിൽ. ഇതാണ് സംഭവം. ഇത് ആ വീട്ടിലെ പെൺകൊച്ച് മാത്രമേ കാണുന്നുള്ളൂ, കേൾക്കുന്നുള്ളൂ. എന്താ സംഭവം എന്നൊരു പിടുത്തമില്ല. അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ബാധയാണോ പ്രേതമാണോ വേറെ ഒരു പ്രശ്നമില്ല. മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ പെൺകൊച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ കയറി ഇങ്ങനെ നടന്ന് ഒറ്റച്ചാട്ടം മോളിൽ. ആക്ച്വലി അവിടെ ഒരാൾ സൂയിസൈഡ് ചെയ്തതാണ്. ഈ സാധനം വീണ്ടും റീക്രിയേറ്റ് ആവുന്നവിടെ രാത്രി സമയങ്ങളിലാണ് സംഭവിക്കുന്നത്. കുറച്ച് നാളെ കഴിയുമ്പോഴേക്കും പെൺകൊച്ച് മനസ്സിലായത് ഒന്നുമില്ലാന്ന്. ഈ പെൺകൊച്ചിനെ നോക്കലോ ഒന്നുമില്ല. എന്ത് സംഭവിക്കുന്നത്? ഇത് റീക്രിയേറ്റ് ആവണേ.
ഈ സാധനം. ഇത് ഈ പെൺകുട്ടി മാത്രം കാണാനുള്ള പെൺകുട്ടി മാത്രമേ കാണുള്ളൂ. അതിൻ്റെ ഉള്ള കാരണം അത് ചില ആളുകൾക്ക് എങ്ങനെയാ, ചില ആളുകൾക്ക് വളരെ ജന്മന ഈ ഇൻഡ്യൂഷൻ പവറും ചില സ്പിരിച്വൽ പവറൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അത് നമ്മൾ ചില ആളുകൾ ഇങ്ങനെ കാണും. അങ്ങനെ ഉള്ള ആളുകളാണ് അത് വളർത്തി കൊണ്ടുവരേണ്ടത്. ചില ആളുകളൊന്നും അത് കാണില്ല, അവർക്ക് അങ്ങനെ സാധനമൊന്നും ഉണ്ടാവില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ ഇങ്ങനെയും സംഭവിക്കാം. അപ്പോൾ ഇതെല്ലാം നെഗറ്റീവ് ഇഷ്യൂ ഒന്നല്ല, അത് നടക്കാണെങ്കിൽ നടന്നോട്ടെ. ആ പ്രോസസ്സ് ചിലപ്പോൾ ചില സ്പിരിച്വൽ പ്രോസസ്സുകൾ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് റിലീസാവും. അതിപ്പോൾ റിലീസായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ വീട്ടിൽ നിന്ന് മാറി താമസിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം. ചേട്ടാ പിന്നെ അതുപോലെ തന്നെ പലരും കേട്ടേക്കുന്നതാണ് ഈ രാത്രി സമയങ്ങളിൽ പുറത്തോട്ട് വന്ന നേരത്ത് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഒരു തീഗോളം സഞ്ചരിക്കുന്ന രീതിയിലൊക്കെ പറയുന്നത്, നല്ല കൊള്ളിപ്പിശാശ് പോകണമെന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരുടെ ഇടയിൽ ഒരുപാട് പറയുന്നുണ്ട്. പലപ്പോഴും ഇടിവെട്ടൊക്കെ വെട്ടുമ്പോൾ പലപ്പോഴും അങ്ങനെ ഒരു തീഗോളം പോലെയൊക്കെ കാണും. ശരിക്കും അങ്ങനെ എന്തെങ്കിലും നിലവിലുണ്ടോ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ? അതൊക്കെ ഒരു തോന്നലുകൾ മാത്രമാണോ? എനിക്കൊരു തോന്നലായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഈ തീഗോളം പോലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഇടിവെട്ട് കേൾക്കുന്ന സമയത്ത് കരിയിലേക്ക് തീ പിടിക്കുകയോ അതല്ലെങ്കിൽ ഈ എനർജിയുടെ വേരിയേഷൻ വന്നിട്ട് ഈ എനർജി വായുവിൽ, ഇപ്പം നമ്മൾ ആകാശത്ത് നിന്ന് ഇടിവെട്ടി താഴ്ത്തിക്കൊണ്ട് നമ്മൾ കാണുന്നില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തുകൂടെ? ഇനി മറ്റെന്തെങ്കിലും എന്തിനാ നമ്മളെങ്ങനെ പേടിപ്പിക്കുന്നത്? ഇതൊരു പേടിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു പരിപാടിയാണല്ലോ ഈ പരിപാടിയൊക്കെ. പണ്ട് കാലങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും വൃത്തികേടുകളോ അല്ലെങ്കിൽ വലിയ ചാരായം മറ്റോ മറ്റെന്തെങ്കിലും ലഹരി പരിപാടികളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. ഇപ്പം അതൊന്നും കാണാറില്ലല്ലോ. നമ്മൾ ഈ തീഗോളം മറ്റു പല കാര്യങ്ങളും കാണാറില്ലല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കുറേയൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ്. എന്നാൽ റിയൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റുകളൊന്നും സംഭവിക്കണം ഇങ്ങനെയല്ല. എന്തിനാണ് തീഗോളം കാണിക്കുന്നത്? ഈ സാധനത്തിന് നമ്മുടെ വീട്ടിലോട്ട് ഒന്ന് കയറിക്കൂടെ, നമ്മുടെ കൂടെ വന്നൂടെ? ഇത് കഷ്ടപ്പെട്ട് അവിടെ നിന്നൊരു തീഗോളമൊക്കെ ക്രിയേറ്റ് ചെയ്ത് തീഗോളമൊക്കെ കാണിച്ച് പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അവിടെ ഒരു ആത്മാവിന് നമ്മുടെ വീട്ടിലോട്ട് കയറി വരാനോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് സാന്നിധ്യം ഉറപ്പിക്കാനോ വളരെ സിമ്പിളായ പ്രോസസ്സാണ്, ഈസി ആയിട്ട് നടക്കും. എൻ്റെ അർത്ഥം ചിലപ്പോൾ പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഒരാത്മാവ് ഒരാളെ എങ്ങനെയാണ് പിക്ക് ചെയ്തെടുക്കുന്നത്? 2-3 കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഒന്ന്, നമ്മുടെ കർമ്മം തെറ്റിപ്പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആത്മാവ് അടങ്ങിയ ഒരു ശരീരത്തെ ജീവിക്കാൻ അനുവദിക്കാതെ വരുന്ന ഒരവസ്ഥ, അതാണ് ഇതിനകത്ത് ഏറ്റവും എക്സ്ട്രീം. അതായത് നശിപ്പിച്ച് കളയാം. കൂടോത്രം ചെയ്തോ മാനസികമായി പീഡിപ്പിച്ചോ വേദനിപ്പിച്ചോ എന്ത് കാണിച്ചിട്ടാണെങ്കിലും ഒരു ഈശ്വര സാന്നിധ്യമുള്ള ഒരു ശരീരത്തിനെ, ഒരു മനുഷ്യനെ നമ്മൾ മരണത്തിലോട്ട് തള്ളിവിടാം. ഒരു കണ്ടീഷൻ അവിടെ അപ്പോൾ സെലക്റ്റഡ് ആയ ഈ വ്യക്തി. രണ്ടാമത്തെ കണ്ടീഷൻ, ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഒക്കൾട്ട് പ്രാക്ടീസുകൾ ചെയ്യുന്നു. ഈ പ്രാക്ടീസുകൾ ചെയ്ത് ശരീരത്തിലെ കഴിവുണ്ടല്ലോ, അതായത് ഒരു സോളിനെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ ബോഡിയിലുള്ള സ്പിരിച്വൽ ഊർജ്ജത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ഊർജ്ജത്തെ ബ്രേക്ക് ചെയ്ത് കളയും. അങ്ങനെ പറ്റുന്ന കാര്യമുണ്ട്. ഇനി ചില ആളുകളുടെ ഉദാഹരണം പറഞ്ഞാൽ ഓജോ ബോർഡ് കളിക്കുന്നത്. ഈ ഓജോ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓജോ ബോർഡ് കളിച്ചത് കൊണ്ടല്ല അവിടെ ഈ നെഗറ്റീവായ സോളുകളോ ആത്മാക്കളുടെ സാന്നിധ്യം വരുന്നത്. ഓജോ ബോർഡ് കളിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു? അതിനകത്ത് ഏറ്റവും വീക്കായിട്ടുള്ള ആൾ ബോഡീനെ പെർമിറ്റ് ചെയ്യാം. അതായത് വരൂ, പ്ലീസ് കം എന്ന് വിളിച്ചിട്ട് നമ്മൾ വെൽക്കം ചെയ്തെടുക്കുക. ഈ വെൽക്കം ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നമുണ്ട്, നമ്മുടെ പ്രൊട്ടക്ഷനെ നമുക്ക് തന്നെ ബ്രേക്ക് ചെയ്യാം. നമ്മൾ വെറുതെ ഇരുന്നിട്ട് ആ ഒരു ആത്മാവ് ഒരു തന്നെ ശരീരത്തിൽ കയറിക്കും നമ്മൾ പറയാറില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് കൃത്യമായി ഒരു മെഴുകുതിരെ കത്തിച്ച് വെച്ച് ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു എനർജി ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വിളിച്ചു നോക്കും, കണക്റ്റാവും, പിന്നെ പോവില്ല. ഇങ്ങനത്തെ ഒരു കാറ്റഗറി ആളുകൾ. പിന്നീട് ഈ ബ്ലാക്ക് മാജിക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നടത്തി മനഃപൂർവ്വം നമ്മളൊരാളുടെ ചക്രകളെയോ ആ എനർജി പോയിന്റുകളോ കില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരാളുടെ ആത്മാക്കൾ കയറ്റിവിടാം. ഇനി വേറെ ചില കേസുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഈ പറയുന്ന കാട്ടിലോ പുഴയിലോ കുളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നെഗറ്റീവായ സ്ഥലങ്ങളിലോട്ട് പോയിരുന്ന് അവിടെ നിന്ന് വളരെ പതുക്കെ നമ്മളെ എല്ലാവരെയും പൊസഷൻ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളെന്തുകൊണ്ടാണ് അതിന് രക്ഷപ്പെട്ടു പോകുന്നത്? നമുക്ക് ചില സ്പിരിച്വൽ പവറുകളും കഴിവുകളും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ആ സ്പിരിച്വൽ കഴിവും പവറും എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസാണ്. തെറ്റിദ്ധരിക്കരുത് അത് എന്താണെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എന്നെ ഇതൊന്നും ബാധിക്കില്ല. നിരീശ്വരവാദികളാണല്ലോ യഥാർത്ഥ ദൈവവിശ്വാസികൾ. നിരീശ്വരവാദികൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? അവനവനെ തന്നെ. ഈ അവനവനെ തന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവനവൻ്റെ ഉള്ളിൽ ആ സ്പിരിച്വൽ പവറിനെയാണ് അവർ വിശ്വസിക്കുന്നത്. ആ സ്പിരിച്വൽ പവറിന് അവർ പ്രത്യേകിച്ച് രൂപങ്ങളും ഭാവങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് എന്നെ വിശ്വാസമാണ്, മതി. ഇത് തന്നെയാണ് ദൈവം പറഞ്ഞിട്ടുള്ളൂ. ദൈവം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, നീ എന്നെ വന്ന് പ്രാർത്ഥിക്കുക, എന്നെ ഒന്ന് വിശ്വസിക്കുന്നു ദൈവം പറഞ്ഞിട്ടില്ല. നീ നിന്നെ വിശ്വസിച്ചാൽ മതി. നിൻ്റെ ഉള്ളിലുള്ള സെൽഫ് കോൺഫിഡൻസാണ് ഈശ്വരൻ. ആ കോൺഫിഡൻസിനെ ഉണർത്തുക. നിനക്ക് വേണ്ട കാര്യങ്ങൾ നീ ചെയ്യുക, നീ ധൈര്യത്തോടെ ചെയ്യുക, നീ ഭയപ്പെടാതെ ചെയ്യുക. ഒന്നുമില്ല, ധൈര്യമായിട്ട് പൊക്കോളൂ. അങ്ങനെ എൻ്റെ ഉള്ളിലുള്ള വിശ്വാസത്തെ, എൻ്റെ ഉള്ളിലുള്ള ആ കഴിവിനെ ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് സ്പിരിച്വൽ എനർജികളെ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നെഗറ്റീവായ എനർജികളെ ഞാൻ എന്തിനാണ് വിശ്വസിക്കുന്നത്? ഞാൻ നെഗറ്റീവായ എനർജികളെ വിശ്വസിക്കുമ്പോഴല്ലേ എനിക്ക് ഭയം വരുന്നത്.
എനിക്ക് നെഗറ്റീവായ എനർജികളിൽ പ്രേതങ്ങളെ, ഭൂതങ്ങളെ, യക്ഷികളൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനെങ്ങനെ ദൈവവിശ്വാസിയാവുന്നത്? ഏതിനെങ്കിലും ഒന്നിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ നീ നെഗറ്റീവായ ആ സാധനത്തിലാണ് വിശ്വസിക്കണമെന്ന് പറയണം, അതല്ലെങ്കിൽ നീ പോസിറ്റീവായ സാധനത്തിലാണ് വിശ്വസിക്കുന്നത് പറയണം. പോസിറ്റീവായ സാധനം ഇതിനെല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? എനിക്ക് പോസിറ്റീവായ കാര്യത്തിൽ എനിക്ക് വിശ്വാസം ഇല്ല എന്നതിന് അർത്ഥം. നിങ്ങൾ ആദ്യം ഒന്നിനെ വിശ്വസിക്കുക. നിങ്ങൾ ദൈവത്തിനെയും വിശ്വസിക്കേണ്ട, നിങ്ങൾ നെഗറ്റീവായ എനർജിയിലും വിശ്വസിക്കേണ്ട, രണ്ടിനെ വിശ്വസിക്കേണ്ട. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ മതി. നെഗറ്റീവായ പ്രശ്നങ്ങൾ ബാധിക്കില്ല, പോസിറ്റീവായ കാര്യം ചെയ്താൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുള്ളൂ എന്നുള്ള ചിന്തയെ ഈ രണ്ടു കൊടുത്താൽ കളഞ്ഞേക്ക്. നിങ്ങൾ രക്ഷപ്പെടും, സമാധാനമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾ ഈ ദൈവവിശ്വാസം കൂടുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സാധനത്തെ വിശ്വസിക്കാൻ വരുന്നത്. മനസ്സിലായോ? ഇതിപ്പോൾ ദൈവവിശ്വാസം കൂടി വരുമ്പോൾ ഈ സാധനത്തിൻ്റെ വിശ്വാസം കൂടി വരും. ഈ രണ്ടും എടുത്ത് മാറ്റിക്കോളൂ. നിങ്ങൾ ഒരാളെ ഉപദ്രവിക്കാതെ, ദ്രോഹിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി, നിങ്ങളുടെ സമാധാനം നോക്കി, നിങ്ങളുടെ ജോലിയിലുള്ള ഫോക്കസ് നോക്കി ജീവിച്ചാൽ മതി. പ്രശ്നമൊന്നുമില്ല. ഈ ഭൂമിയിൽ അടിസ്ഥാനപരമായ ജീവിതം നിങ്ങൾക്ക് ജീവിച്ചു പോകാം. ഇനി കുറച്ചൊരു ഉയർന്ന തലത്തിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? സ്പിരിച്വലായ കാര്യങ്ങളോട്ട് ഫോക്കസ് ചെയ്താൽ മതി.